അയലത്തല അളിയനും കൊടുക്കൂല എന്ന് ഉമ്മച്ചി പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തിരുതയുടെ തലയായാലോ. ഇന്നത്തെ ഇക്കാക്ക സ്പെഷ്യൽ ഐറ്റം എന്ന് പറയുന്നത് തിരുത മീൻ കറിയാട്ടോ. ചെറായി പോയിപ്പോൾ വാങ്ങിയിട്ട് വന്നതാണ്. ആ മീൻ നന്നാക്കുന്ന കാണാൻ വേണ്ടിയിട്ടാണ് പൂച്ചസാറും സാറായും അമ്പുട്ടിയും ഒക്കെ കയറി നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്തായിട്ട് വലിയ മുട്ട ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇക്കാക്ക മീൻ ക്ലീൻ ചെയ്യാൻ നേരത്ത് ആദ്യം തന്നെ ആ തലയൊക്കെ ഒന്ന് നന്നാക്കി അതിൻ്റെ ഉള്ളിൽ നിന്ന് ആ വലിയ മുട്ട ഇങ്ങെടുത്തു. ഞങ്ങളുടെ വീട്ടിൽ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടം മുട്ട. മെയിനായിട്ട് ചാളയുടെ മുട്ടയാട്ടോ വീട്ടിലുണ്ടാകുന്നത്. അപ്പോൾ കറക്റ്റായിട്ട് എണ്ണം വെച്ച് ഉമ്മച്ചി എല്ലാവർക്കും കറക്റ്റ് 2 വെച്ച് അങ്ങനെ തരും, അല്ലെങ്കിൽ അടിയാവും. അതുകൊണ്ട് തിരുത ക്ലീൻ ചെയ്യാൻ നേരത്തെ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കറുത്ത ഷെയ്ഡായിട്ട് ഉണ്ടായിരുന്നു. അതൊക്കെ ഇക്കാക്ക നല്ല പോലെ കത്തി കൊണ്ട് കളഞ്ഞിട്ട് ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തു. ആ മീനിൻ്റെ മെയിൻ വെയിറ്റ് അതിൻ്റെ മുട്ടയായിരുന്നു തോന്നുന്നു. മുട്ട ഒരു 1/2 കിലോ ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ആ തല ഞാൻ നോട്ടമിട്ട് വെച്ചിട്ടുണ്ട്. കറി വെച്ചപ്പം കറക്റ്റായിട്ട് ആ തല എനിക്ക് കിട്ടുകയും ചെയ്തായിരുന്നു കേട്ടോ. അപ്പോൾ 4 പീസാക്കിയിട്ട് തലയും കട്ട് ചെയ്തു. ബാക്കി പീസുകളൊക്കെ കുറച്ച് വറുക്കാനും ബാക്കിയുള്ളത് കറി വയ്ക്കാനും എടുത്തു. അപ്പോൾ കറി വയ്ക്കാൻ വേണ്ട ഐറ്റംസ് ആദ്യം മീൻ കട്ട് ചെയ്തത്, അതുപോലെ തേങ്ങാപ്പാൽ, പിന്നെ കുറച്ച് തേങ്ങ ചിരകിയത്, അതിൻ്റെ കൂടെ തക്കാളി, പച്ചമുളക്, ഇഞ്ചി, മാങ്ങ കട്ട് ചെയ്തത്, കറിവേപ്പില, പിന്നെ ചെറിയ ഉള്ളി. അതിൻ്റെ കൂടെ പൊടികൾ, മസാലപ്പൊടികൾ വേണ്ടത് കാശ്മീരി മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, പിന്നെ കുറച്ച് ഉലുവയും കൂടെ വേണം കേട്ടോ. പിന്നെ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇക്കാക്കായും വേണം. തലക്കെട്ടൊക്കെ കെട്ടി റെഡി ആവുന്നുണ്ട് പയ്യൻ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആദ്യം തന്നെ മിക്സിയുടെ ജാറിലേക്ക് തേങ്ങ ഇട്ടു. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ച മല്ലിപ്പൊടി ഇട്ടു. മല്ലിപ്പൊടി ഒരുപാടില്ല, കുറച്ചേ ഉള്ളൂ കേട്ടോ. പിന്നെ ചേർത്തത് മഞ്ഞൾപ്പൊടി, അതുപോലെ കാശ്മീരി മുളക് പൊടി. അതൊന്ന് ജസ്റ്റ് ഒന്ന് സ്പൂൺ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് അതിലേക്ക് ചെറിയ ഉള്ളി ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, കുറച്ച് ചെറിയ ഉള്ളിയും, പിന്നെ നമ്മുടെ ഫ്ലേവറിന് വേണ്ടിയിട്ട് ആസ് യൂഷ്വൽ കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് മിക്സിയുടെ ജാറിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും ഒഴിച്ച് ഇനി നല്ലപോലെ ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. തേങ്ങ നല്ലപോലെ അരഞ്ഞിട്ടില്ലെങ്കിൽ മീൻകറി വയ്ക്കുമ്പോൾ അതിൻ്റെ മേളിലായിട്ട് തേങ്ങ ഇങ്ങനെ പൊങ്ങിക്കിടക്കും. അതുകൊണ്ട് തന്നെ നല്ല ഫൈൻ പേസ്റ്റായിട്ട്, മഷി പോലെ എന്ന് പറയാം, ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. ഒരു ചട്ടി അടുപ്പത്തേക്ക് വെച്ച് അത് നല്ലപോലെ ചൂടായി കഴിയുമ്പം വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ചൂടായപ്പം അതിലേക്ക് ഉലുവ ഇട്ട് പൊട്ടിച്ചെടുത്തു. ഉലുവയുടെ കൂടെ തന്നെ ഉലുവ ഒന്ന് മൂത്ത് വന്നപ്പം കറിവേപ്പില ഇട്ടു. കറിവേപ്പില ഇടുമ്പോൾ പൊട്ടിത്തെറിക്കാതെ നോക്കണം കേട്ടോ, വെള്ളം ഉണ്ടെങ്കിൽ പൊട്ടിത്തെറിക്കും. കറിവേപ്പില ഇട്ടു. പിന്നെ ചെറിയ ഉള്ളി ആട്ടോ. മീൻകറിക്കൊക്കെ സവാളേനേക്കാളും ടേസ്റ്റ് കൂടുതൽ കിട്ടുന്നത് ചെറിയ ഉള്ളി ഇടാൻ നേരത്താണ്. അതുകൊണ്ട് ചെറിയ ഉള്ളി ഇട്ടു. അതൊന്ന് ചെറുതായിട്ട് വഴറ്റിയെടുക്കണം. ചെറിയ ഉള്ളി ചെറുതായിട്ടൊന്ന് വഴറ്റി വന്നപ്പം അതിലേക്ക് ഇഞ്ചി ഇട്ടു. ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു നീളത്തിൽ. ആ ഇഞ്ചിയും ഒന്ന് വഴറ്റിയെടുത്തു. പിന്നെ പച്ചമുളക് ഇട്ടു. പച്ചമുളക് നടുകെ കീറിയിട്ടാട്ടോ ഇട്ടെ. അതും കൂടി ഒന്ന് വഴറ്റിയെടുക്കണം. ചട്ടി നല്ലപോലെ ചൂടാണെങ്കിൽ ആ സ്റ്റൗ ഒന്ന് സിമ്മിലേക്ക് ഇടാം കേട്ടോ. എന്നിട്ട് വേണം അത് നന്നായിട്ട് വഴറ്റിയെടുക്കാൻ, അല്ലെങ്കിൽ ചിലപ്പം കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഈ മിക്സിൻ്റെ കൂടെ തന്നെയാട്ടോ നമ്മൾ കുടംപുളി ഇട്ട്, സാധാരണ കുടംപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ട് ആണ് യൂസ് ചെയ്യുക. ഇതിലേക്ക് കുടംപുളി ഇട്ട് ഒന്ന് വഴറ്റിയെടുത്തു. പിന്നെ നമ്മൾ ആ മിക്സിയിൽ അരച്ച് വെച്ച ആ മസാല ഉണ്ടല്ലോ, ആ മസാലയും കൂടി ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം മസാല, അല്ലെങ്കിൽ ആ ഒരു പച്ച ടേസ്റ്റ് ഉണ്ടാവും മീൻകറിക്ക്. അപ്പോൾ അത് നല്ല പോലെ ഒന്ന് ആ വെളിച്ചെണ്ണയിൽ മൂപ്പിച്ചെടുത്തു. നമ്മൾ തേങ്ങാപ്പാൽ എടുത്ത് വെച്ചതിൻ്റെ ലാസ്റ്റത്തെ പാലുണ്ടല്ലോ, അത് ആ മിക്സിയുടെ ജാറിലൊന്ന് ചുറ്റിച്ചിട്ട് ആ വെള്ളം കൂടെ അതിലേക്ക് ഒഴിക്കുക. ബാക്കി വന്ന തേങ്ങാപ്പാലും ചുമ്മാ മിക്സിയുടെ ജാറിൽ ബാക്കി വന്ന മസാല കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാട്ടോ അതിൽ ചുറ്റിച്ച് ഒഴിച്ചത്. തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിയുമ്പോൾ തന്നെ നമ്മൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കാം കേട്ടോ. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് അതൊന്ന് മിക്സാക്കി കൊടുത്തു. പിന്നെ അതിലേക്ക് ചേർത്തത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചേർന്ന തക്കാളി ആട്ടോ. തക്കാളിയും ഇട്ട് കൊടുത്തു, നീളത്തിൽ അരിഞ്ഞത്. പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ പച്ചമാങ്ങ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. മീൻകറിയിൽ പച്ചമാങ്ങയ്ക്ക് ഭയങ്കര ടേസ്റ്റാണ്. ഇത് പുളി കുറവുള്ള മാങ്ങയായിരുന്നു കേട്ടോ. അതുകൊണ്ട് കട്ട് ചെയ്ത് വെച്ച എല്ലാ പീസും അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുത്തു. ഇനി നമ്മൾക്ക് ഇതൊന്ന് തിളപ്പിച്ച് എടുക്കണം. അപ്പോൾ ഒരു പ്ലേറ്റ് വെച്ച് അതൊന്ന് അടച്ചു വെച്ച് നല്ല പോലെ ഇത് തിളച്ച് ആ മാങ്ങയും തക്കാളിയും ഒന്ന് വെന്ത് കിട്ടണം. എന്നിട്ടാട്ടോ നമ്മൾ മീനിൻ്റെ പീസുകൾ അതിലേക്ക് ഇടുള്ളൂ. അല്ലെങ്കിൽ ചിലപ്പോൾ മീൻ ഓവർ കുക്ക്ഡായിട്ട് അലത്ത് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളുടെ മീൻകറി നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച് മീനിൻ്റെ പീസുകൾ ഇട്ട് കൊടുക്കാം കേട്ടോ. ഈ മീൻകറി വെക്കുമ്പോൾ അതിൽ തലയുണ്ടെങ്കിൽ തലയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ മീനിൻ്റെ തല ഞാൻ എടുത്തു. 4 പീസ് ഉണ്ടായിരുന്നു കേട്ടോ. 4 പീസാക്കിയിട്ട് കട്ട് ചെയ്താണ് തല ഇട്ടത്. ഇനി മീൻ പീസുകൾ ഇട്ടിട്ട്
ഒരുപാടൊന്നും വേവിക്കരുത്, പതിയെ ഒന്ന് അടച്ചു വെച്ച് പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. ഒരുപാട് വേവൊന്നുള്ള മീനല്ലല്ലോ, പെട്ടെന്ന് കുക്കായി കിട്ടി. ഇനി നമ്മൾ എടുത്തു വെച്ച ആ തേങ്ങാപ്പാലിൻ്റെ 1/4 പാലുണ്ടല്ലോ, അത് അതിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. മീനിൻ്റെ ഉപ്പും പുളിയും ഒക്കെ ഈ സമയത്ത് നോക്കാം കേട്ടോ. ഇനി കുറവ് ഉപ്പൊക്കെ ഉണ്ടെങ്കിൽ അത് ചേർക്കാം. ആ 1/4 പാൽ ഒഴിച്ച് കഴിയുമ്പോൾ അത് നല്ലൊരു സ്മെല്ലുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് നമ്മൾ എടുത്തു വെച്ച കറിവേപ്പില അതിൻ്റെ മുകളിൽ ഗാർണിഷ് ചെയ്ത് കൊടുക്കുക. അതുപോലെ 2 പച്ചമുളക് കീറിയതും അതിൻ്റെ മുകളിലേക്ക് ഇട്ടു. പിന്നെ ഇച്ചിരിക്ക് പച്ച വെളിച്ചെണ്ണയും ഒഴിച്ചു. എന്നിട്ട് അടച്ചു വെച്ചേക്കുക. പിറ്റേ ദിവസം രാവിലെ കപ്പയുടെ കൂടെ കഴിക്കാൻ ഇത് അടിപൊളിയാണ്.